ജസ് എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചും കൂടെ ഉണ്ട്. ജസ് വന്നിട്ട് ഇതൊക്കെ ഇട്ടു. അപ്പൊ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ അപ്പൊ ഇതെന്താ സാധനം? അപ്പൊ പറഞ്ഞു മറ്റേ BTS ഇല്ലേ, കൊറിയയുടെ ബാൻഡ്, BTS സിമ്പിളാണ് അത്ര. ഓക്കെ, അപ്പൊ BTS. പിന്നെ അപ്പൊ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ കേൾക്കാറുള്ളത്, വേറെ എന്തൊക്കെ കേൾക്കും? അപ്പൊ BTS ഉണ്ട്, ബ്ലാക്ക് പിങ്ക് അല്ലേ, ബ്ലാക്ക് പിങ്ക് അല്ലേ? നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? ആർക്കൊക്കെ യേശുദാസിനെ അറിയാം? ഓ, 2-3 പേർക്കെങ്കിലും അറിയാലോ. നീ കൈവക്കരുത്, നീ ബാക്കിയുള്ളവർ കൈവക്കളാണ്. എന്നാ പറയാ, ആരാ യേശുദാസ്? യേശുദാസ് എവിടെ? ഇവിടെ ഉണ്ടോ? വലിയ പുള്ളിയാട്ടാ. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേറെ ലെവലാണ്. സോറി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. BTS എത്ര പേർക്ക് അറിയാം? BTS ഫാൻസ്. ഓക്കെ, ബ്ലാക്ക് പിങ്ക് ഇവിടത്തെ ഏതെങ്കിലും ബാൻഡ് അറിയുന്ന ആൾക്കാരുണ്ടോ? ഇവിടത്തെ അറിയാവോ? കണ്ട, ഒരാൾക്കും അറിവില്ല. അതാ പറഞ്ഞത്, പിള്ളേരൊക്കെ വേറെ എങ്കയോ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇതുങ്ങളെല്ലാം കൂടെ ഈ BTSും ബ്ലാക്ക് പിങ്കും ലൈനിലങ്ങ് ഞാൻ ഞെട്ടി. പിന്നെ ഞാൻ ഇത് മതി, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്തു. പാത്തുവൊക്കെ എന്തായിരുന്നു അറിയോ? പാത്തുവൊക്കെ മറ്റേ അമയത്തുമ്പിയാണ് എന്നെ ഞെട്ടിച്ചത്. അമയത്തുമ്പി, പാത്തു, ജസ്, വൃദ്ധി, ശങ്കരൻ ചില്ലറ കളിയൊന്നും ആയിരുന്നില്ല. രസമായിരുന്നു. അപ്പൊ പിള്ളേരുമായിട്ട് മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു. നമുക്കൊരു ചേട്ടനോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞാലോ? നമ്മള് ചേട്ടൻ വന്നപ്പോ എങ്ങനെയാ വെൽക്കം ചെയ്തേ? പാട്ട് പാടി. അപ്പൊ ഈ പാട്ട് ചേട്ടനൊന്ന് പാടിയാലോ? എല്ലാരും കൈയടിക്ക്. അല്ല, ബേസിൽ ചേട്ടനാണെങ്കിൽ ഈ മൃഗങ്ങളുടെ കൂടെ ആക്ട് ചെയ്യാനൊന്നും പേടിയില്ലേ? ഓടിക്കത്തില്ലേ? പാത്തുവിന് പേടിയുണ്ടോ മൃഗങ്ങളെ? ആണോ? എല്ലാ മൃഗങ്ങളെയും പേടിയാണോ? എനിക്ക് പൂച്ചേനെയും പട്ടികളെയും പേടിയില്ല. എനിക്ക് അതുങ്ങളെ പേടിയുള്ളൂ. ബാക്കി എല്ലാത്തിനും എനിക്ക് ഓക്കെയാ. ബാക്കി എല്ലാം അല്ല, ഈ പശു, ആട്, കോഴി, പോത്ത് ഇവരൊക്കെ ആയിട്ട് ഓക്കെയാണ്. സിനിമ തുടങ്ങണതിന്, ഈ സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, കാരണം സിനിമയിൽ മൊത്തം ഇവരുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് ഇവരുടെ കൂടെ സിനിമ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. പക്ഷെ പട്ടിയും പൂച്ചയും ഇപ്പോഴും ഭയങ്കര പേടിയാണ്. പണ്ടേ പേടിയായിരുന്നു, ഇപ്പോഴും പേടിയാണ്. ചെറുപ്പത്തിൽ എന്നെ ഒരു പട്ടിയിട്ട് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, ബേസിലേട്ടനെ പട്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങളോട്. പറയേട്ടാ, കേക്കട്ടെ.